ഹലോ ഗൈസ്, ഇന്ന് OTT-ൽ ഇറങ്ങിയ ഒരു പടം കണ്ടു. ഇതയം മുരളി എന്നാണ് പടത്തിൻ്റെ പേര്. സ്റ്റാറിങ് അഥർവേനെ നമുക്കറിയാം. ഇമേക്കാനുടികളും പിന്നെ 100, ബൂമറാങ് എല്ലാം പറഞ്ഞിട്ട് കുറേ പടമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ നമ്മളെ പരാശക്തിയിൽ നമ്മളെ ശിവകാർത്തികേയൻ്റെ SKൻ്റെ അനിയനായിട്ട് അഭിനയിച്ച അഥർവ. ആൻഡ് ഹീറോയിൻ പ്രീതി മുകുന്ദൻ, ജൊനിറ്റ ഗാന്ധി, പിന്നെ നമ്മളെ ഇവനുണ്ടല്ലോ കയാതു ലോഹർ, പിന്നെ ഫഹദ് ഫാസിലുണ്ട്. പടം എന്നൊക്കെ പറഞ്ഞോണ്ടല്ല, എന്ത് പടം എന്നറിയാ, ഒരു വകക്ക് കൊള്ളൂല. സത്യം പറയല, വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുക. നമ്മ കണ്ടു മടുത്ത ലവ് സ്റ്റോറി എന്നുവെച്ചാൽ നായകന് നായികയോട് പറയാനൊരു ലവ് പറയാനൊരു മടി, പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടിയ പടം. വലിച്ചു നീട്ടുക പറഞ്ഞാൽ 2 മണിക്കൂർ 42 മിനിറ്റ് ആയിട്ടുണ്ട് ആ പടം എന്ന് പറയാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 മണിക്കൂർ കൊണ്ട് ഈ പടം തീർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ അഥർവേൻ്റെ പടം കാണാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും, കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഉണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പടം കഴിഞ്ഞപ്പോൾ നമുക്ക് തലവേദന എടുത്തു. എന്താ പറയുക, കാണാനൊക്കെ പറ്റും, പക്ഷേ പണ്ട് മുതലേ നമുക്ക് ഇപ്പോൾ നായികയോട് ഇഷ്ടമുണ്ട്, പക്ഷേ അത് പറയാനുള്ളൊരു പേടി. ഒരാളെ പ്രേമിക്കും, അയാളോട് ലവ് പറയില്ല, വേറൊരാളെ പ്രേമിക്കും, മനസ്സിലിങ്ങനെ വെക്കുക. എൻ്റെ ഫസ്റ്റ് പ്രീതി മുകുന്ദനെയാണ് സ്നേഹിക്കുക, രണ്ടാമത് സ്നേഹിക്കുന്നതാണ് കയാതുവിനെ. കയാതു ഇങ്ങനെ പോകാൻ നിൽക്കുന്നു, നാട്ടിലേക്കോ എവിടെയോ പോകാൻ നിൽക്കുന്നു, പഠിത്തമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇവർ പറയണമെന്നുണ്ട്, ഇവൻ പറയുന്നില്ല. ആൻഡ് വേറൊരു വർഷം അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, എടാ പറ ഏതോ ഒരു ചേട്ടൻ. ആ ചേട്ടന് മനസ്സിലായി ഇവർക്കെന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. ആൻഡ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ കയാതൊരു കാണുന്നേ, ഇവൻ കണ്ടിട്ട് അമേരിക്കന്നോ എവിടുന്നോ ഇവൻ കണ്ടിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ കല്യാണം, അത് ഇവനല്ല പറയുന്നത്, അവളെ പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, എനിക്കിപ്പോൾ 2 കുട്ടികളുണ്ട്. എന്താ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും തുമ്മിയാ തെറിക്കുന്ന മൂക്ക് അങ്ങ് പോട്ടെ നോക്കണം. അത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് റിഗ്രറ്റ് അടിച്ച്, എന്നിട്ട് ലാസ്റ്റ് എന്തിലോ ഒരു ക്ലീശ കല്യാണം ഇപ്പം വേറെ കല്യാണം കഴിക്കാൻ 3-ാം മണ്ഡപത്തിൽ നിന്ന് കല്യാണം ക്യാൻസലാവുന്നു, അവിടെ ഈ പടം തീരുന്നു. എൻ്റെ മോനെ, എന്താ പറയാ. ആൻഡ് താല്പര്യമുള്ള ആൾക്ക് കണ്ടോക്കാന്നുള്ളത് നമുക്ക് അത്രയും പറയാനുള്ളൂ. ആൻഡ് ഞാൻ പറയട്ടെ, ഡയറക്ടേഴ്സിനോട് അങ്ങ് പറയാനുള്ളത്, നിങ്ങൾ ഈ കണ്ടു മടുത്ത സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇറക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കുന്ന പോലെയല്ല ഒരു സിനിമ ആണെന്ന് പറയുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളാ വിശപ്പ് എന്നുള്ളൊരു ഫാക്ടർ അവിടെ കഴിഞ്ഞു. ടേസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ഫാക്ടറാണ്. പടം അതേപോലെയല്ല. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കാണുന്ന സമയത്ത് നമ്മളെ സമയം ഒക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ട്. ആൻഡ് ഒരു പടം നമുക്ക് വർക്കാകുന്നില്ലെങ്കിൽ ഫുള്ള് നമ്മളെ സമയം പോയി, എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുമില്ല. നിങ്ങൾ അങ്ങനത്തെ പടങ്ങൾ എടുക്കരുത്. താല്പര്യമുള്ള ആൾക്ക് നെറ്റ്ഫ്ലിക്സിലുണ്ട്, താല്പര്യമുള്ള ആൾക്ക് കണ്ടു നോക്കിയിട്ട് സമയം ഇത് കാണാൻ പറ്റും. അപ്പോൾ എന്നറിയാം, നിങ്ങളൊരു രാത്രി നല്ല ഹെവി മീൽസൊക്കെ കഴിഞ്ഞ് ഒരു ഫുഡൊക്കെ കഴിച്ച് നല്ല കുറച്ച് ഹെവി ആയിപ്പോയി ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഈ ഫുഡ് ഡൈജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കൂലേ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ. നമുക്ക് ഫുഡ് കഴിച്ച പാടുമ്പോൾ എന്തായാലും ബെഡിലേക്ക് പോകില്ലല്ലോ. ആ ടൈം ഈ പടം നെറ്റ്ഫ്ലിക്സിൽ എഴുതിയിട്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് 2 ഗുണമുള്ളത്. ഒന്ന്, നിങ്ങളെ ഫുഡും തയ്ക്കും, നിങ്ങൾക്ക് വേഗം ഉറക്കം വരും. അപ്പോൾ അങ്ങനെ പറ്റിയൊരു പടമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾ എന്തായാലും കണ്ടോക്കളെ. അപ്പോൾ ഓക്കെ, ബൈ.